തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എഫേസ്യർ 2:8. കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങളുടെ പ്രവൃത്തിയാലല്ല, ദൈവത്തിന്റെ ദാനമത്രേ. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഹൃദയമാണ് കൃപ. മനുഷ്യന്റെ കഴിവുകൊണ്ടോ നീതി കൊണ്ടോ അല്ല, ദൈവത്തിന്റെ സ്നേഹദാനത്താലാണ് അവൻ രക്ഷിക്കപ്പെടുന്നത്. ഈ സത്യം ആത്മീയമായും മനഃശാസ്ത്രപരമായും മനുഷ്യ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ശക്തിയുള്ളതാണ്. ഒന്നാമതായി, കൃപ അർഹതയ്ക്കതീതമായ ദൈവസ്നേഹം. മനുഷ്യൻ പലപ്പോഴും തന്റെ മൂല്യം തെളിയിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ മതിയാകുന്നവനാണോ എന്നുള്ള ഒരു ഭയം അവന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു. പക്ഷെ കൃപ പറയുന്നത്, നീ പൂർണ്ണനായതിനാലല്ല, ദൈവം നിന്നെ സ്നേഹിക്കുന്നതിനാലാണ് നീ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. സഭാപിതാവായ അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ എഴുതുന്നു, ഗ്രേസ് ഈസ് ഫ്രീലി ഗിവൺ, നോട്ട് ഏൺഡ്. ആധുനിക മനഃശാസ്ത്രത്തിൽ കാൾ റോജേഴ്സ് പറയുന്നു, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. നിബന്ധനകളില്ലാത്ത സ്വീകരണം മനുഷ്യന്റെ മാനസിക സൗഖ്യത്തിന് അനിവാര്യമാണ്. ദൈവകൃപ അതിന്റെ ഏറ്റവും ആഴത്തിലുള്ള രൂപമാണ്. റോമർ 5:8, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. 2, കൃപ കുറ്റബോധത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു. പലരും ഭൂതകാലത്തിന്റെ തെറ്റുകളും പരാജയങ്ങളും മനസ്സിൽ ചുമന്നാണ് ജീവിക്കുന്നത്. കുറ്റബോധം അല്ലെങ്കിൽ ഗിൽറ്റ് മനുഷ്യന്റെ ആത്മവിശ്വാസത്തെയും മാനസിക ശാന്തിയെയും തകർക്കുന്നു. പക്ഷെ കൃപ നമ്മോട് പറയുന്നു, ദൈവം ക്ഷമിക്കുന്നു, അതിനാൽ നീ പുതുതായി ഇനിയും നിനക്ക് തുടങ്ങാം. സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റം പഠിപ്പിക്കുന്നത്, പാപത്തേക്കാൾ വലുതാണ് ദൈവത്തിന്റെ കരുണ. മനഃശാസ്ത്രജ്ഞനായ വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞത്, when we can go long change a situation, we are challenged to change ourselves. കൃപ മനുഷ്യന് പുതിയ തിരിച്ചറിവ് നൽകുന്നു. ഞാൻ എൻ്റെ പരാജയങ്ങളുടെ കൂട്ടായ്മയല്ല, ദൈവത്തിന്റെ സ്നേഹിതനാണ് എന്ന ബോധം തരുന്നു. 2 കൊരിന്ത്യർ 5:17, ക്രിസ്തുവിലാണെങ്കിൽ പുതിയ സൃഷ്ടിയാകുന്നു. 3, കൃപ മാറ്റത്തിലേക്കുള്ള ശക്തിയാണ്. കൃപ വെറും ക്ഷമയല്ല, അത് പരിവർത്തന ശക്തിയാണ്. ദൈവം നമ്മെ സ്വീകരിച്ച ശേഷം പുതിയ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നു. സഭാപിതാവായ അത്താനാസിയോസ് ഓഫ് അലക്സാണ്ട്രിയ പറഞ്ഞു, God became man so that man might become God like. ഇത് ദൈവസാദൃശ്യമായ ജീവിതത്തിലേക്കുള്ള വളർച്ചയാണ്. പോസിറ്റീവ് സൈക്കോളജിയിൽ പറയുന്നു, പ്രത്യാശ, നന്ദി, ക്ഷമ, സ്നേഹം ഇവ മനുഷ്യന്റെ മാനസിക ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുന്നു. കൃപയിൽ ജീവിക്കുന്നവർക്ക് ഈ ഗുണങ്ങൾ വളരുന്നു. ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പ്രിയരെ, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം നമ്മെ നിബന്ധനകളില്ലാതെ സ്നേഹിക്കുന്നു. കൃപ കുറ്റബോധത്തിൽ നിന്ന് മോചനം നൽകുന്നു. കൃപ പുതിയ ജീവിതത്തിലേക്ക് നമ്മെ മാറ്റുന്നു. അതുകൊണ്ട് സ്വന്തം ശക്തിയിലല്ല, ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം. കാരണം രക്ഷ മനുഷ്യന്റെ നേട്ടമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.